ഐ ജി റാങ്കിലുള്ള രണ്ട് ബഹുമാനരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് നിങ്ങളുടെ നാടുകളിലേക്ക് ഇത്രയും ദൂരത്ത് നിന്ന് 2 മണിക്കൂറോളം യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ അവർക്കൊരു റിക്രിയേഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഒരു കളിസ്ഥലം ഇതൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കളിസ്ഥലം ഉണ്ടാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഒരു പയ്യൻ എൻ്റെ അടുത്ത് ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, വളരെ പരസ്യമായിട്ട് ചോദിച്ചു. ആളുണ്ടോ അതിലേ? ഒന്ന് എഴുന്നേറ്റുന്നേ. വെരി ഗുഡ്. അമൽ. അപ്പോൾ അമലിൻ്റെ ആ ബുദ്ധിയിൽ ഉദിച്ച അമലിന് വലിയൊരു കാഴ്ചപ്പാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ കുട്ടി അങ്ങനെ ചോദിക്കില്ല. അപ്പോൾ അമലിൻ്റെ ആ ചിന്തയിൽ ഉദിച്ച ആ കാര്യം അത് പൊതു സമൂഹത്തിൽ ഇങ്ങനെ വയ്ക്കുകയും ഞങ്ങളൊക്കെ അത് ചർച്ച ചെയ്തപ്പോൾ തോന്നി ഇതിന് എന്തെങ്കിലും പരിഹാരം കാണാൻ സാധിക്കുമെന്നുള്ളത്. അന്ന് DSമാരൊക്കെ ഉണ്ടായിരുന്നു, ഓഫീസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പ്രദേശമൊക്കെ നടന്നു നോക്കി. അപ്പോൾ ഈ നിൽക്കുന്നതായിട്ടുള്ള മരങ്ങളൊക്കെ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമില്ല എന്ന് കണ്ട് അപ്പോൾ ഇത് എന്ത് കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. ഞാനപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് DFമാരുണ്ടായിരുന്നു, അവരൊക്കെ വിളിച്ചു വരുത്തി, ഓഫീസിൽ വിളിച്ചു വരുത്തി സംസാരിച്ച് ഇതിങ്ങനെ വളരെ ഒരു പാഷനേറ്റായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഒരു വഴി ഉണ്ടാക്കാം. ഇത് ഒരു കൂട്ടത്തിൽ ഈ ഒരു ഡിമാൻഡ് വയ്ക്കാം. ഒരു കൂട്ടത്തിൽ ഡിമാൻഡ് വെച്ച് അത് പിന്നെ DFO ലെവലിലൊക്കെ ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രൊവിഷൻ ഉണ്ട് ST ആക്ടിൽ. ആ പ്രൊവിഷൻ ഇൻവോക്ക് ചെയ്തുകൊണ്ട് 50 സെൻറ്റ് സ്ഥലം നമുക്ക് ഈ ഗ്രൗണ്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തരികയുണ്ടായി. നിങ്ങൾക്കറിയാം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിയമങ്ങളൊക്കെ വളരെ കർശനമാണ്. ഒരു ചെറിയ ചെടി പോയാൽ പോലും അത് വളരെ അക്കൗണ്ടഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ റിസർവ് ഫോറസ്റ്റിൽ ഇങ്ങനെ ഒരു കാര്യം സംഘടിപ്പിക്കുക എന്നുള്ളത് ഇത് കാണുമ്പോൾ നമുക്ക് ചെറുതാൻ തോന്നും. പക്ഷേ ഇതിൻ്റെ നൂലാമാലകളൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇത്തരത്തിലാക്കുക എന്നുള്ളത് വലിയ ഒരു ടാസ്ക് ആയിരുന്നു. എന്തിനാ ഇവിടെ പറയുന്ന ഒരു 10-20 ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ കിട്ടി. പിന്നെ അന്ന് തന്നെ JCB കൊടുന്ന് ഈ ഗ്രൗണ്ട് ക്ലിയർ ചെയ്തതിനും കൂടി പിന്നെ മഴ വന്നു, കുറേ തടസ്സങ്ങളൊക്കെ വന്നു. ഇവിടെയൊക്കെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഫുൾ മഴയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനുശേഷം പിന്നെ ഗ്രൗണ്ടിൻ്റെ ഏതാണ്ട് പണി കഴിഞ്ഞു. അപ്പോഴേക്കും പിന്നെ ഇലക്ഷൻ വന്നാൽ പിന്നെ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും സംഘടിപ്പിക്കാൻ പറ്റാതെയായി. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ പോയി. പക്ഷേ എങ്കിലും വെറും 7 മാസം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൗണ്ട് സംഘടിപ്പിക്കാൻ സാധിച്ചു.